ന്യൂ വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സ്. മംഗലം കൂട്ടായി പാലം നാളെ മുതൽ പൂർണ്ണമായും അടയ്ക്കും. യാത്രക്കാർ മറ്റു സമാന്തര പാതകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ. തീരദേശവാസികൾക്ക് ഇനി യാത്ര ദുഷ്കരമാകും. മംഗലം കൂട്ടായി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാളെ മുതൽ വിവിധ ജോലികൾക്കായി പൂർണ്ണമായും അടയ്ക്കുന്നതായി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുജനങ്ങളെ അറിയിച്ചു. തിരൂർ പൊന്നാനി പുഴയിലെ ഉപ്പുവെള്ള ഭീഷണിക്ക് പരിഹാരമായും മേഖലയിലെ ജലഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കൂട്ടായിലെ ഈ ലോക്ക് കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നാടിന്റെ കാർഷിക ഗതാഗത മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ബഹുമുഖ പദ്ധതിയാണിത്. 1977 അന്നത്തെ സർക്കാർ വിഭാവനം ചെയ്ത ഈ പദ്ധതി വിവിധ കാരണങ്ങളാൽ പ്രവർത്തികൾ തുടങ്ങാൻ ആയിരുന്നില്ല. എന്നാൽ നിലവിലെ LDF സർക്കാർ പ്രവൃത്തി ഏറ്റെടുക്കുകയും തവനൂർ MLA KT ജലീൽ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ഈയിടെ നിർവഹിക്കുകയും ചെയ്തു. വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നും പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിലൂടെ തിരൂർ താനൂർ മേഖലകളിലെ ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങളിൽ കൃഷി സുഗമമാക്കാനും കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാനും സാധിക്കും. ഇതിന്റെ സവിശേഷതകളിൽ ഒന്നായ ലോക്ക് സംവിധാനത്തോടുകൂടിയ പാലം വരുന്നതോടെ വലിയ ബോട്ടുകൾക്കും യാനങ്ങൾക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാനാകും. കൂടാതെ ഈ പദ്ധതി ഉൾനാടൻ ജലഗതാഗതത്തിന് വലിയ കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂട്ടായിയെയും പടിഞ്ഞാറക്കരയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും. കൂടാതെ അനേകം ടൂറിസം സാധ്യതകൾക്കും ഇത് വഴി തുറക്കും. പുഴയിൽ ശുദ്ധജലം സംഭരിച്ച് നിർത്തുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് ഉയർത്താനും വരൾച്ചാ സമയത്ത് ജലലഭ്യത ഉറപ്പാക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പതിറ്റാണ്ടുകളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാകുന്നത്. കൃഷിയും ഗതാഗതവും ഒരുപോലെ പരിഗണിക്കുന്ന ഈ മൾട്ടി പർപ്പസ് പ്രൊജക്ട് പൂർത്തിയാകുന്നതോടെ മലപ്പുറം ജില്ലയുടെ തീരദേശ വികസനത്തിൽ വലിയൊരു നാഴികക്കല്ലായി ഇത് മാറും. നിലവിലെ പ്രവൃത്തികളിൽ 180 പൈലുകളാണ് സ്ഥാപിക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ 160ഓളം പൈലുകൾ സ്ഥാപിച്ച് കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ്. തുടർന്നുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് പാലം പൂർണ്ണമായും അടയ്ക്കുന്നതെന്ന് തിരൂർ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മംഗലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ അറിയിപ്പിൽ പറയും. എന്നാൽ ഈ പാലം അടയ്ക്കുന്നതോടെ പുറത്തൂർ മംഗലം പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർ നേരിടേണ്ടി വരിക വലിയ യാത്രാ ദുരിതമാണ്. പുറത്തൂർ മംഗലം വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് യഥാക്രമം കാവിലക്കാടും മംഗലം ടൗണിലും ആണെന്നിരിക്കെ നിരവധി ആവശ്യങ്ങൾക്ക് പുഴയ്ക്ക് അക്കരെയുള്ള ജനങ്ങൾക്ക് ഇരു പഞ്ചായത്തിന്റെയും ഓഫീസുകളിൽ എത്തിച്ചേരാൻ കിലോമീറ്ററുകളോളം ചുറ്റി വരേണ്ടതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. മംഗലത്തു നിന്നും കൂട്ടായി ഭാഗത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന യാത്രക്കാർ സമാന്തര പാതകളായ അരിക്കാഞ്ചിറ മാങ്ങാട്ടി പാലം വഴിയോ ആലിശ്ശേരി കുഞ്ഞൂലിക്കടവ് പാലം വഴിയോ ഗതാഗതത്തിന് ഉപയോഗിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത്രയും ദൂരം ചുറ്റി വരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാകും സൃഷ്ടിക്കുക. കാവിലക്കാട് നായർത്തോട് പാലം യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡ് പൂർത്തീകരിച്ചിട്ടില്ല എന്നതും ഗതാഗതം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഉടനെ ജോലികൾ തീർത്ത് പാലം തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂ വിഷൻ ന്യൂസ് കൂട്ടായി.